നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ കേരള ജനത സാക്ഷ്യം വഹിച്ച ഒന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും തൊട്ടു പിന്നാലെ വൈദ്യപരിശോധന നടത്തി കോടതിയിലെത്തിച്ചു. അതിനുശേഷം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന ആവശ്യപ്രകാരം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ പരിശോധന നടത്തുകയും ആ മെഡിക്കൽ പരിശോധന പരിശോധിച്ച ശേഷം കോടതി വിധിയെഴുതി രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ. ഈ മാസം 22 വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് കാര്യങ്ങൾ ഇത്രയധികം വഷളായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിനു മുൻപ് 4ഓളം പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ രാഹുലിന് പ്രത്യേകമായ ഒരു ആനുകൂല്യം നൽകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി കോടതി നിലപാടെടുത്തിരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിരവധി പ്രവർത്തകരാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലേക്ക് ഇതറിഞ്ഞ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ പരിശോധന വിപുലമായി നടത്തണമെന്ന ആവശ്യം കോടതി തന്നെയാണ് വ്യക്തമാക്കിയത്. എവിടെ നടത്തണമെന്നുള്ളതും കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ പ്രധാന ആവശ്യവും. പക്ഷേ രാഹുലിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള പ്രോസിക്യൂഷൻ വാദം ഇപ്പോൾ ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഫോർട്ട് ആശുപത്രിയിലായിരുന്നു രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് സംഘം എത്തിച്ചിരുന്നത്. ഇന്ന് തന്നെ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. ഏവരും അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു. അന്ന് സംഘർഷം നടന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്ക് സംഭവിച്ചിരുന്നു. അതിനുശേഷം ചികിത്സയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിവരങ്ങളും കോടതി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെയ്യട്ടെ. പിണറായി വിജയനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, തന്നെ അഴിക്കുള്ളിലാക്കുന്നതെന്നാണ് മാധ്യമങ്ങളോട് ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല, ഇനി അങ്ങോട്ട് തുടങ്ങാനുള്ളതേ ഉള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട് മാർച്ചിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആക്രമണ കേസിലാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇത് തികച്ചും രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. സമാധാനപരമായി പ്രതിഷേധം നടത്തിയെന്ന് രാഹുലിന്റെ ഭാഗം പറഞ്ഞപ്പോൾ തന്നെ സമാധാനമായി പ്രതിഷേധം നടത്തിയപ്പോൾ എന്തിനാണ് പട്ടിക കയ്യിലെടുത്തത് എന്നുള്ള ഒരു ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ജാമ്യാപേക്ഷയെ എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ഇതൊരു പ്രതിഷേധമല്ല, ആക്രമണമായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് തെളിയിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും പോലീസ് സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്തതും ശേഷം നാടകീയമായ സംഭവവികാസങ്ങൾ കേരളം സാക്ഷ്യം വഹിച്ചതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയതും പൊതുമുതൽ നശിപ്പിച്ചതുമാണ് രാഹുലിനെതിരെയുള്ള പ്രധാന കേസ്. ഒപ്പം സംഘം ചേർന്ന് ആക്രമണം, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തൽ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ പോലീസ് ആക്ടിലെ വകുപ്പുകളും ഉൾപ്പെടുത്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.